8ഉം 10ഉം ഖത്മ് തീർത്ത് അധികരിപ്പിക്കണം. നമ്മുടെ നാട്ടിൽ 10 ഖത്മൊക്കെ തീർക്കുന്നവർ ഇപ്പോഴും ഉണ്ട് സഹോദരങ്ങളെ. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു 60 ഖത്മല്ലേ റമദാനിൽ തീർത്തിരുന്നത്. ഒരു 6 ഖത്മെങ്കിലും തീർക്കുമ്പോ അതിന്റെ ആ 10-1 നമ്മൾ ഒരു 6 ഖത്മൊക്കെ തീർക്കുമ്പോഴേ ഷാഫി ഇമാമ തങ്ങൾ തീർത്തതിന്റെ 10-1 അങ്ങനെ ഉണ്ടല്ലോ. നമ്മളെ ഇമാമിന്റെ പിന്നിൽ പോയിക്കണ്ടേരില്ല നമ്മള്. ടൈം അതിനാണ് ചെലവഴിക്കുന്നത്. ഖുർആനിലേക്ക് നല്ലോണം നോക്കി ഓത്. കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, നേരത്തെ ഉസ്താദ് അവർകൾ ബാക്കി ഉസ്താദ് ഇവിടെ പറഞ്ഞു ഖുർആന് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. അത്യാവശ്യമുള്ളവർക്ക് കൊടുത്താൽ മതി ഉസ്താദെ. അല്ലാത്തവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ അടുത്ത് ഇതല്ലേ ഖുർആന്, ഇപ്പൊ അടുത്ത് അത്യാവശ്യമുള്ളവർ വാങ്ങിയാൽ മതിയേ. ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് ഞാൻ വാതിന് പോയപ്പോ എന്നോട് പറഞ്ഞു ഒരാള് വല്ലാത്ത സങ്കടത്തോടെ, അയാൾ ഈ പഴയ സാധനങ്ങൾ എടുക്കുന്ന കടയിൽ പോയപ്പോ ഒരു ചാക്ക് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇയാൾ നോക്കുമ്പോ ആ ചാക്ക് നിറയെ ഖുർആനാണ്. ആ ചാക്ക് നിറയുള്ളത് എന്താണ്? അയാള് സങ്കടം കൊണ്ടത് മൊത്തം വിലക്കെട്ടിയെടുത്തു. ആ മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ ആ ഒരു അമല് മതി. നമ്മളെ സമൂഹം അന്തല്ലാതെ കൊണ്ടു കൊടുത്താണത്. ചില വീട്ടിലൊക്കെ ഉണ്ട് 1-2 പേജ് പോകുമ്പോഴേക്ക് ഖുർആൻ കരിക്കുക, കാഫിറായി പോകും. അള്ളാന്റെ ഖുർആനോട് ലെവലേശം ബഹുമാനം കുറയാൻ പാടില്ല. നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് പുരയിൽ പോകണം. പേജ് പോയ ഖുർആൻ, ചട്ടില്ലാത്ത ഖുർആനൊക്കെ നോക്കിയിട്ട് നാളെ തന്നെ പെയിന്റ് ചെയ്യണം. റമദാൻ ഒന്നാം കാത്തിക്കരുത്. പെയിന്റ് അടിച്ചാൽ മാത്രം പോരാ, ഉള്ള മുളകും കൊത്തമ്പാലും ഒക്കെ വാങ്ങി കണക്ക് കൂട്ടിച്ചിട്ടുണ്ടാവും. അവിടെ 10 ലിറ്റർ വെളിച്ചെണ്ണയും 100 ലിറ്റർ ഓയിലെണ്ണയും ഒന്നായിട്ട്. അതിന്റെ മുമ്പ് ചെയ്യേണ്ട നനച്ചുള്ളി എന്താണെന്നറിയോ? അവിടെ ഉള്ള ഖുർആൻ ചട്ടയില്ലാത്തതിന് ചട്ട വെക്കണം. പെയിന്റിങ് അറിയുന്ന ഏത് ഉസ്താമാരുണ്ടാകും, കുറച്ച് തോന പൈസ കൊടുത്ത് പെയിന്റ് ചെയ്യിച്ചാൽ അതാവൂല. അത് ഒരു സൗജന്യമായി തരും. ഒരു സമൂഹത്തിന് ഒഴിഞ്ഞിട്ടൂല. പൈസ കൊടുക്കണം പെയിന്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. എന്നിട്ട് നല്ല രൂപത്തിൽ ഇതുപോലെ ചട്ട വെക്കുക. ചട്ടയില്ലാത്ത ഖുർആനില് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ച 1 ജുസ് 2 ജുസൊക്കെ അല്ലേ, ഒഴിവാക്കാൻ പറ്റൂല. ചട്ട വെച്ച് വളരെ വൃത്തിയിൽ സൂക്ഷിക്കണം. അതിൽ ഓതണം. അത് വെറുതെ ആക്കാൻ പാടില്ല. ഒരു പുരയിൽ 5 ഖുർആനുണ്ടോ 5ഉം ഉപയോഗപ്പെടുത്തണം. ആ വീട്ടിൽ 2 ആള് മാത്രമാണ് ഉള്ളതെങ്കിൽ 5 മാറി മാറി ഉപയോഗപ്പെടുത്തണം. 2 ഉപയോഗപ്പെടുത്തി 3 വെറുതെ വെക്കരുത്. 3 മരിച്ചാൻ കാത്തുക. ഒരാൾ മരിച്ചിട്ടോ അതാൻ അതിനെ കാത്തുക 3 അല്ലെങ്കിൽ കബറുമ്പുറത്ത് കൊണ്ടാനോ. മാറി മാറി ഉപയോഗപ്പെടുത്തണം. അത്യാവശ്യമുള്ളവർ വാങ്ങിയാൽ മതി ഖുർആൻ.